إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب الصغير ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണികനും നമ്മുടെ സ്രഷ്ടാവുമായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി വളർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ എന്ന നിലക്ക് പരമാവധി സൽക്കർമ്മങ്ങളിൽ ഉൾക്കൊള്ളുവാനും ഏർപ്പെടാനും ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എന്നാലും ജീവിതത്തിന്റെ യാത്രക്കിടയിൽ പല പല തിന്മകളിൽ പെട്ടുപോകാറുണ്ട് പല ആളുകൾ. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ കൃത്യമായ രേഖ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിശാചിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലൂടെ പല ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിശ്ചയം നിങ്ങൾക്ക് ശത്രുവാണ്. എന്നിട്ട് പറഞ്ഞു, അവൻ തന്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഗീർ, ആ പിശാച് കെണിയൊരുക്കുകയും ആ കെണിയിൽ വീഴുന്ന തന്റെ കക്ഷിയെ അവൻ ക്ഷണിക്കുന്നത് ആ നരകത്തിന്റെ കക്ഷികളാകാൻ വേണ്ടിയിട്ടാണ്. ആ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്കാണ് അവൻ തന്റെ കക്ഷികളെ ക്ഷണിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. മറ്റൊരായത്തിൽ നമുക്ക് കാണാം സൂറത്തുൽ ഇസ്രാഈൽ, ഇന്ന ശൈത്താന യൻസഉ ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ കുഴപ്പമിളക്കി വിടുന്നതാണ്. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, നിശ്ചയമായും പിശാച് മനുഷ്യർക്കിടയിൽ മനുഷ്യന് സ്പഷ്ടമായ ശത്രുവാണ് പിശാച്. പരിശുദ്ധ ഖുർആനിൽ മദ്യത്തിനെതിരെയുള്ള ആയത്ത് ഇറങ്ങിയതിനു ശേഷം അതിന്റെ തൊട്ടുപിറകെയായി അല്ലാഹു പറയുന്നുണ്ട്,
إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. തീർച്ചയായിട്ടും പിശാച് ഉദ്ദേശിക്കുക തന്നെ ചെയ്യുന്നു. എന്ത്? കള്ളിലൂടെയും ചൂതാട്ടങ്ങളിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനും വയസ്സുക്കും ആന്തിക്കില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാനും വയസ്സുക്കും ആന്തിക്കില്ലാഹി വഅനിസ്സലാ നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാനും വേണ്ടിയിട്ട് കച്ചകെട്ടിയിരിക്കുകയാണ് പിശാചി എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ നിലക്കും പ്രിയപ്പെട്ടവരെ ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാൻ, അക്രമങ്ങൾ ഉണ്ടാകാൻ, നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധമാകാൻ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ, മുഴുപാപങ്ങളും ചെയ്യുവാൻ പിശാച് നമ്മുടെ പിറകെയുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് സൂക്ഷിക്കുന്നവൻ, അത് ശ്രദ്ധിക്കുന്നവന് പരമാവധി തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സാഹചര്യമെല്ലാം നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത്, ഈമാനാണ് നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത്. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനിടയിൽ ആളുകൾ കാണുമോ എന്ന ആ ഒരു കോൺട്രാസ്റ്റിലല്ല നമ്മൾ ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത്. മറിച്ച് ആര് കണ്ടിട്ടില്ലെങ്കിലും, ആരോരും അറിഞ്ഞിട്ടില്ലെങ്കിലും, ഏതൊരുവിധ തെളിവുകളും പൂഴ്ത്തിവെക്കാനുള്ള വക്കാലത്തുള്ളവർ തന്റെ കൂടെയുണ്ടെങ്കിലും, ജഡ്ജിയും കോർട്ടും സംവിധാനങ്ങളും തന്റെ കാലുകൾക്കിടയിലായാൽ പോലും റഹ്മാനായ റബ്ബ് കാണും എന്റെ പാപങ്ങളെ എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തേണ്ടത്. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാര് തീരുമാനിച്ചു പോയാലും അയാൾ അടുത്ത തവണ, അടുത്ത സെഷനിൽ, അടുത്ത സെക്കൻഡിൽ അയാൾ തലയിൽ വരും. അയാൾ വീഴ്ത്തിരിക്കും പിശാച്. അല്ലാഹുമായി അടുക്കുന്നതിൽ നിന്ന് അവൻ അകറ്റിയെടുക്കും. പൈശാചികമായ ദുർബോധനങ്ങൾ, തിന്മകൾക്ക് മാധുര്യം അനുഭവിക്കുന്ന രൂപത്തിൽ അവനെ വല്ലാതെ വേട്ടയാടും. ഏതൊരുവിധ തിന്മയും അവന്റെ പുറകെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. ചില ആളുകൾ ഏറ്റവും വൽപാപമായ ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, അതിന്റെ തൊട്ടുകീഴെയായി പറഞ്ഞിട്ടുള്ള ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, അതിന്റെ തൊട്ടു താഴെയായി പറഞ്ഞ ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ അതിന്റെ താഴെയുള്ള ചെറിയ പാപങ്ങളിൽ അയാൾ വീണിട്ടുണ്ടാകാം. ഇത് പിശാചെടുക്കുന്ന പണിയാണ്. അവൻ ആദ്യം എടുക്കുന്ന പണി മഹാനായ പ്രഗൽഭനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, പിശാച് നിങ്ങളെ 7 കുഴികളിലൂടെ 7 തരത്തിൽ അവൻ നിങ്ങളെ ആക്രമിക്കും. അതിലൊന്നാമതായി പിശാച് നിങ്ങളെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുക ശിർക്കിൽ വീഴ്ത്താനാണ്. അവനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു തരത്തിൽ അള്ളയല്ലാത്ത ആളെ വിളിക്കാൻ, അള്ളയല്ലാത്ത ആളോട് സഹായം അഭ്യർത്ഥിക്കാൻ, അല്ലാഹുവല്ലാത്ത ആൾക്ക് വേണ്ടി നേർച്ച ചെയ്യുവാൻ, അല്ലാഹുവല്ലാത്ത ആളെ ഭയപ്പെടാൻ, അല്ലാഹുവല്ലാത്ത ആളെ തൃപ്തിപ്പെടുത്താൻ ഇബാദത്തുകൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നിലക്കതുണ്ടാകും. എല്ലാവരും നിയ്യത്ത് വെച്ച് തേൻകുടിക്കാൻ പറഞ്ഞു. ഈ സദസ്സിലുള്ള ഹൈന്ദവരായ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഈ തേൻ കുടിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ഗുരുവായൂരപ്പനെ നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് തേൻ കുടിക്കൂ എന്നൊരു മഹാൻ കണ്ടില്ലേ കേരളത്തിൽ. ഷിർക്കിന്റെ ഹോൾസെയിലാണ് കേരളത്തിന്റെ മലബാർ ഭാഗവും തെക്കൻ ഭാഗവും. ഷിർക്കിന്റെ ഹോൾസെയിൽ കേന്ദ്രങ്ങളാണ്. ആരെന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും ശരി, അള്ളാഹുവിനെ വിളിക്കേണ്ടടുത്ത്, അള്ളാഹുവിനെ കാണേണ്ടടുത്ത്, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ ഒരു കണക്കിനൊരു മര്യാദയുമില്ലാതെ ജീവിച്ചവരെ പോലും സൃഷ്ടാവായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നു പലരും. ഇത് പ്രിയപ്പെട്ടവരെ പിശാച് ചെയ്യിക്കുന്ന പണിയാണ്. പിശാച് മനുഷ്യനെ ആദ്യമായിട്ട് വീഴ്ത്തുക ശിർക്കിലേക്ക്. മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന്റെ അടുക്കൽ യഹൂദർ വന്നിട്ട് ചോദിച്ചു, ഇബ്നു അബ്ബാസ്, ഞങ്ങളൊക്കെ ചെറിയ വസ്വാസിലാണ്, ആകുമെന്നതിനാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങനെ വസ്വാസ് പിടിപെടാനാണ് എന്ന് ചോദിച്ച സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വമാലി ശൈത്താനി ശഅനു ഫിൽ യഹൂദ്, യഹൂദികളെ നിങ്ങളെ ഇനി എന്ത് വസ്വാസ് പിടികൂടാനാണ്? പൈശാചികമായ ദുർബോധനത്തിന്റെ ഒന്നാം ഘട്ടമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുക എന്നത്. ജാറങ്ങളിൽ, മക്ബറങ്ങളിൽ, മണ്ഡപങ്ങളിൽ, ശ്രീകോവിലുകളിൽ, ആൽത്താറുകളിൽ, വഴിത്താറുകളിൽ, അതേപോലെ തന്നെ സൃഷ്ടിജാലങ്ങളായ എലിയെയും പശുവിനെയും സൂര്യനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകൾ.
ഇത് പിശാചിന്റെ ആദ്യത്തെ പണിയാണ്. തൗഹീദുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചവരെ, പ്രഖ്യാപിച്ചവരെ, പ്രിയപ്പെട്ട എന്റെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, നമ്മളെയും കൊണ്ട് പിശാച് പോകും ശിർക്കിലേക്ക്. ഏതെങ്കിലും ഒരു രോഗം തന്നിട്ട്, ഏതെങ്കിലും ഒരു പരീക്ഷണം തന്നിട്ട്, ഇതെല്ലാം തന്നെ പാസ്സായാലും ശരി, അവസാന കാലത്ത് മസീഹു ദജ്ജാൽ വരുമ്പോൾ അവനാണ് ദൈവമെന്ന് വിചാരിച്ച ആളുകൾ പോകുമെന്നാണ് അവന്റെ പിറകെ. ഏതെങ്കിലും നിലക്ക് അല്ലാഹുവിൽ നിന്ന് നമ്മളെ തട്ടിക്കൊടുത്തു. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, 50 കൊല്ലം തൗഹീദുള്ളവനായി ജീവിച്ചൊരു മനുഷ്യന് അതിന്റെ തൊട്ടടുത്ത ദിവസം അള്ളയല്ലാത്ത ഒരാളോട് സഹായം തേടിയേക്കാം, എന്നാലേ രക്ഷയുള്ളൂ എന്ന് തോന്നിയാൽ 50 കൊല്ലം 916 ക്വാളിറ്റിയുള്ള തൗഹീദുള്ള മനുഷ്യൻ 50 കൊല്ലം ചെയ്ത അമലുകൾ ധൂളിയാക്കി കളയുമെന്നാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. പിശാച് ആദ്യം നമ്മളെ പറ്റി വീഴ്ത്താൻ നോക്കുക തൗഹീദിൽ നിന്ന് പുറത്തേക്ക്. അതെല്ലാവരും ജാഗ്രതയോടെ ചിന്തിച്ചോളൂ പ്രിയപ്പെട്ടവരെ. ഇനി നിങ്ങളുടെ മുന്നിൽ മഹാനായ ഒരാളുടെ ഖബറുണ്ടെന്ന് വിചാരിച്ചോളൂ, ഇബ്രാഹിം നബിയുടെ ഖബറുണ്ടെന്ന് വിചാരിച്ചോളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗദയുടെ മുന്നിൽ നിങ്ങൾ എത്തിയെന്ന് വിചാരിച്ചോളൂ. അവിടെ പോലും പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളെ കാക്കണേ എന്നൊരു വിളി പോലും മുസൽമാന് ഭൂഷണമല്ല. അവന് ഹറാമായിരിക്കും സ്വർഗമെന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഒരിക്കലും പറ്റൂല. എത്ര വലിയ മഹാനാണെങ്കിലും, ബദരീങ്ങളാണെങ്കിലും, ഉഹദീങ്ങളാണെങ്കിലും, റസൂലുള്ളാഹിയാണെങ്കിലും അല്ലാഹുവിനെ വിട്ടവരോട് സഹായം തേടിയാൽ അയാൾ പുറത്താണ്, അയാൾക്ക് നരകമാണ്. ഒരിക്കലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. ഇനി ശിർക്കിൽ നിന്ന് ഇബ്ലീസിന് നമ്മളെ വഴിവെപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ, മനസ്സിലായാൽ, വീഴ്ത്താനായില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ബിദ്അത്ത് കൊണ്ട് തീർത്താലേ. ബിദ്അത്ത് വെച്ചിട്ടാണ് പിന്നെ കളി. സ്വാഭാവികമാണ്. കുല്ലു ബിദ്അത്തിൻ വലാല ഫകുല്ലു വലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടിലാണ്, എല്ലാ വഴികേടും നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അയാൾ എന്ത് ചെയ്യും? ബിദ്അത്ത് നമുക്കറിയാലോ, ആരെങ്കിലും തുടങ്ങുക. ഏതെങ്കിലും ഒരു കൂട്ടം വിഭാഗം ആളുകൾ, ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലാണ് ഒരു ബിദ്അത്ത് തുടങ്ങുക. ഇതിന്റെ ഗൗരവം എന്താണെന്നറിയുമോ? നല്ലതല്ലേ എന്ന് വിചാരിച്ചു കുടുംബത്തിന്റെ കാരണവർ ഒരു പുതിയ സാധനം തുടങ്ങിയെന്ന് വിചാരിച്ചു. നല്ലതല്ലേ എന്ന് തോന്നും. ആ കാരണവരുടെ ന്യായങ്ങൾ കേട്ടാൽ ഓക്കെയാണെന്ന് തോന്നും. ആ ഉസ്താദിന്റെ ന്യായങ്ങൾ നോക്കിയാൽ, ആ മൗലവിയുടെ വാദങ്ങൾ നോക്കിയാൽ പരിപാടി അടിപൊളിയാണല്ലോ, ഓക്കെയാണല്ലോ എന്ന് തോന്നും. നിങ്ങൾക്കറിയുമോ അതിന്റെ അപകടം എത്രയാണെന്ന് വെച്ചാൽ, ആ ബിദ്അത്ത് തുടങ്ങി ആ നാടത് നടപ്പാക്കും, ആ നാട്ടിൽ നിന്ന് അത് അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ ആ ബിദ്അത്ത് ഇങ്ങനെ വിന്യസിക്കപ്പെടും. പല രാജ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ, കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ചില ആഘോഷങ്ങൾ ഇതാ സൗദിയിലില്ലേ, ഇതാ ഖത്തറിൽ ആഘോഷിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പറ്റിയ അവിടുത്തെ ആളുകളെ കണ്ടുപിടിച്ച് അവരോടൊപ്പം കുത്തിരിഞ്ഞ് വീഡിയോ ചെയ്ത് പിന്നിൽ നിന്ന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് പറയും, സൗദിയിൽ ആഘോഷിക്കുന്നത് കണ്ടില്ലേ, മദീനത്ത് ആഘോഷിക്കുന്നത് കണ്ടില്ലേ, കുവൈത്തിൽ ആഘോഷിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിങ്ങനെ നാട്ടിലേക്ക് പരക്കും. ഇതിന്റെ അപകടങ്ങൾ സൂക്ഷിച്ചോളി. ഏതൊരു മനുഷ്യൻ, ഏതൊരുത്തന്റെ തലയിൽ നിന്നാണോ ഈ വൃത്തികെട്ട ബിദ്അത്ത് പുറപ്പെട്ടത്, അവനിനി ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്സിലാക്കി തൗബ ചെയ്ത് മടങ്ങിയാലും ഈ ബിദ്അത്ത് നാട്ടിലുണ്ടാക്കുന്ന ഫിത്ന എത്രയാണെന്നറിയോ? തുടങ്ങി വെച്ചാൽ ചിലപ്പോൾ ഇസ്ലാം സ്വീകരിച്ച തൗഹീദിലേക്ക് വരും. തുടങ്ങി വെച്ചാൽ ബിദ്അത്ത് നിർത്തും, പക്ഷെ മറ്റേത് നിൽക്കില്ല. നാട്ടിൽ പരന്ന് പടർന്ന് പന്തലിക്കും ഈ തോന്നിയാസം. അതുകൊണ്ട് തന്നെ അതിന്റെ ഫിത്ന അതിഭയങ്കരമാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കർശനമായിട്ട് വിരോധിച്ചത് അതുകൊണ്ടാണ്. കാരണം എന്താ? തൗബ ചെയ്താൽ പോലും അതിന്റെ ഫിത്ന അവിടെ ബാക്കിയുണ്ടാവും. അയാൾ പറഞ്ഞിരുന്ന പ്രസംഗം അവിടെ ബാക്കിയുണ്ടാകും. അയാൾ എഴുതിയ കിതാബുകൾ അയാൾ ഇനി മരണപ്പെട്ടോ എന്ന് വിചാരിച്ചു. എന്താ അതിന്റെ അവസ്ഥ? നാട്ടിലിങ്ങനെ പരന്ന് ആ ബിദ്അത്ത് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ആളുകൾ ഇങ്ങനെ അതിലേക്ക് വരും. ആ വലാലത്തിൽപ്പെട്ട ആളുകൾ നരകത്തിലെത്തുന്ന അവസ്ഥയുണ്ടാകും. ഇത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഒരു മനുഷ്യൻ ഹിദായത്തിലാക്കി എന്ന് വിചാരിച്ചു, മുഴുവൻ മനുഷ്യരെയും. എന്നാൽ അവന്റെ ഒരു വാദം കേട്ടിട്ട് ഒരു മനുഷ്യൻ വലാലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും മറ്റേതിനേക്കാളും അതിഗൗരവമായി ഭയപ്പെടേണ്ടത്. എന്റെ പ്രസംഗം കേട്ടിട്ട് എല്ലാവരും തൗഹീദുള്ള ഒരു നല്ലോണം വിചാരിച്ചു ഒരാളെ പ്രസംഗം കേട്ടിട്ട്. എന്നാൽ അയാളുടെ ഒരു ബിദ്അത്തിന്റെ പ്രസരണം കേട്ടിട്ട് അത് ചെയ്താൽ എന്താ സംഭവിക്കുക? ആ മുഴുവൻ ആളുകളെയും നന്മയിലേക്ക് വലിച്ചതിന്റെക്കാളും ഡേഞ്ചർ കിടക്കുന്നത് ഇപ്പുറത്താണെന്നാണ്.
അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഒരാളും നമ്മുടെ കാരണത്താൽ ഒരാളും എന്തുണ്ടാകരുത്, അതിൽ വീണു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. നിങ്ങൾക്കറിയുമോ, അലി ഇബ്നു അബീ താലിബിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകന് പേരിട്ടത് അലി എന്നാണ്. അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ. അലിയാർ തങ്ങളുടെ മകൻ തന്റെ മകന് പേരിട്ടത് പാപ്പാന്റെ പേരാണ്. പേരക്കുട്ടിക്ക് പേരിട്ടത് ഉപ്പാന്റെ പേര്, പാപ്പാന്റെ പേര്. അങ്ങനെ അദ്ദേഹം സുഖമില്ലാതെ അലിയാർ തങ്ങളുടെ മകളായ സൈനബിന്റെ കൂടെ പുറത്തേക്ക് പോയി, പുറംനാട്ടിലേക്ക് പോയി. ഈ ഒരു കാലത്താണ് അവിടെ ഉണ്ടാകുന്നത് അലിയാർ തങ്ങളുടെ പേരക്കുട്ടികളുടെ മക്കളും കുടുംബത്തെയും ആക്രമിക്കപ്പെടുന്നതോ അവർ മരണപ്പെടുന്നതോ. ആ സമയത്ത് സൈനബും ഈ അലി ഇബ്നു അറിയാലോ, അലിയാർ തങ്ങളുടെ രണ്ട് മക്കൾ, ഒന്ന് അലിയുൽ അക്ബർ, അലിയുൽ അസ്ഗർ, ഹസ്സനും ഹുസൈൻ. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ സൈനബും പുറത്തുള്ള സമയത്ത് എല്ലാവരും വധിക്കപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം കർബലയിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ നിഷ്കരണം എല്ലാവരും വധിക്കപ്പെട്ട അവസ്ഥയുണ്ടായി. അങ്ങനെ പിന്നീട് കർബലയിൽ മരണപ്പെട്ട് കിടക്കുന്ന മക്ബറയിൽ കിടക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തന്റെ സഹോദരി സൈനബും തന്റെ മകൻ ഹുസൈനും റളിയല്ലാഹു അൻഹു അവർ കാണാൻ വരികയാണ്. 40ാമത്തെ ദിവസത്തിൽ, അതായത് സഫർ 20 മുഹറം 10 മരണപ്പെട്ടു. സഫർ 20 40ാമത്തെ ദിവസം അവർ വരികയാണ്. പുറനാട്ടിൽ നിന്ന് പാപ്പന്റെ കബറ് കാണാൻ വരുന്നത് ഈ സംഘത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾ എന്ത് ചെയ്തു, അവിടുത്തെ ഷിയാക്കളായ ആളുകൾ. ശ്രദ്ധിച്ചോളി, ആ 40 ദിവസം എന്ന് പറഞ്ഞാൽ 40 അവർ വരിക. സഫർ 20 ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മുഴുവൻ ഷിയാക്കളും കർബലയിലേക്ക് കടന്നു വരുന്നത് സഫർ 20. നിശ്ചയം പഠിച്ച മനസ്സിലാവും. അവർക്ക് 40 ആഘോഷിക്കാന്ന് പറയാം കർബലയിൽ. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഹുസൈൻ റളിയല്ലാഹു അൻഹു കഴുത്തറുത്ത് കൊന്നളഞ്ഞതാണ്. ഞങ്ങളെയും കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങനെ അവരുടെ കഴുത്ത് വെട്ടാൻ ഞങ്ങൾ റെഡിയാണ്, മാറുവെട്ടാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പല ആയുധങ്ങൾ കൊണ്ടും വെട്ടുമാറ്റി ത്യാഗസന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറാനിലും അതുപോലെ ബഹ്റൈനിലൊക്കെ പോയ ആളുകൾക്ക്, ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഈ 40ാമത്തെ ദിവസമാണ് ഈ പെങ്ങളും പേരക്കുട്ടി എന്ത് ചെയ്യുന്നത്, ഇവിടേക്ക് തിരിച്ചു വരും. അത് അവർ ആഘോഷിച്ചു, 40 ആഘോഷിച്ചു. ആ 40 പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ 40ാം ദിവസത്തെ ആണ്ട് കഴിക്കാറില്ല. 40 കഴിക്കാറില്ല മരിച്ചാൽ. എവിടുന്ന് വന്നതാ? ഷിയാക്കളിൽ നിന്ന് വന്നതാ. എന്നോട് ക്ഷമിക്കണങ്ങൾ പഠിച്ചു. നബിദിനം വന്നത് ഞാൻ പറയില്ലേ, ഫാത്തിമയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം. കേട്ടാ വിചാരിക്കും റസൂലുള്ളാഹിന്റെ മോളല്ലേ. അതൊരു വിഭാഗം ആ പേരെടുത്തു വെച്ചത്. ആ വിഭാഗം ആ പേരെടുത്തു വെച്ച് അവർക്ക് പേരിട്ടു. ആളുകൾ ഭയങ്കര പരമ്പര ഉള്ളതാണ്. ഒരു പരമ്പരയില്ലാതെയാണ് അവർ ഈ ജന്മദിനാഘോഷം കൊണ്ടുവന്നത്. ഞാനിത് പറഞ്ഞത് ഇത് ബിദ്അത്ത്. ഈ ബിദ്അത്താണ് ഇന്ന് നാട്ടിൽ നടപ്പിലാക്കുന്നത് പലരും. ഇങ്ങനെ എന്തെല്ലാം ഇനി പറയുന്ന ആളുകൾ ഇതൊന്നും ബിദ്അത്തല്ല, അങ്ങനെയുള്ളതൊന്നും ബിദ്അത്തല്ല എങ്കിൽ ദുനിയാവിൽ എവിടെയാണോ പ്രിയപ്പെട്ടവരെ ബിദ്അത്തുള്ളത്? ബിദ്അത്തില്ല. ഈ പറഞ്ഞതൊന്നും ബിദ്അത്തല്ല എങ്കിൽ ബിദ്അത്തില്ല. പിന്നെ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, പിശാച് ശിർക്കിൽ വീഴ്ത്താൻ നോക്കിയിട്ട് നമ്മൾ വീണിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് പിശാച് നമ്മളെ ബിദ്അത്തിൽ വീഴ്ത്താനാവും. നല്ലതല്ലേ? എല്ലാവരും ചെയ്യുന്നതല്ലേ? കാക്ക കാരണവന്മാർ ചെയ്തതല്ലേ? തോൽക്ക് എന്തെങ്കിലും പറ്റിയോ? ഓരോ മയ്യസ്കാരത്തിൽ എത്ര ആൾക്കാരാണ്? ആ പണ്ഡിതനെ പറ്റി എത്ര ആളുകളാണ് നല്ലത് പറഞ്ഞത്? ഇതൊക്കെ വരും നമ്മളെ കൂടെ. കാരണം പിശാച് നിങ്ങളുടെ ചെയ്തികൾ നിങ്ങൾക്ക് മനോഹരമായി കാണിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, പിശാച് രണ്ടാമതായി നമ്മൾക്കെതിരെ എടുക്കുന്ന പണി നമ്മളെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിക്കുക എന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൂന്നാമത് ബിദ്അത്തിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലായി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ചെയ്തു പോയി നമ്മൾ തിരിച്ചു വന്നു വിചാരിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? കബായിറുകൾ, വൻപാപങ്ങളെ കൊണ്ട് പിശാച് നമ്മളെ തെറ്റിക്കും. ഏതെങ്കിലും പാപങ്ങൾ നമുക്കറിയാലോ. വൻപാപങ്ങൾ എന്താണെന്ന് അറിയാത്ത ആളുകളൊന്നല്ല നമ്മൾ. ഒരുപാട് സംഗതികൾ, മാതാപിതാക്കൾ ഉപദ്രവിക്കൽ, പലിശ, മോശം, വ്യഭിചാരം, അതേപോലെ കൊലപാതകം, ഇങ്ങനെയുള്ള ഒരുപാട് ഹറാമുകളായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിൽ ഒക്കെ പഠിപ്പിച്ചു തന്ന ഹറാമുകളിലേക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ.
എത്ര ഹറാമുകളാണ് ഒഴിഞ്ഞത്. ഇന്നമാ ഹറമ അലൈക്കും ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗി ബിഗൈരി ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താന അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ. കൊലപാതകത്തെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ച്, ചൂതാട്ടത്തെക്കുറിച്ച്, രക്തം ചിന്തുന്നതിനെക്കുറിച്ച് എല്ലാത്തിനെയും ഹറാമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തിലെങ്കിലും ഒന്നിലും വീണു. ഒന്നിക്ക പലിശയിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാം ഒക്കെ ആൾക്ക് വ്യഭിചാരമുണ്ടാവും, അല്ലെങ്കിൽ എല്ലാം ഒക്കെ ആയിരിക്കും മാതാപിതാക്കളായിട്ട് നല്ല കണക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാം ഒക്കെ ആയിരിക്കും മോഷണം അയാൾക്ക് വീക്ക്നെസ് ആയിരിക്കും. ജീവനോടുള്ള കുറെ തെളിവുകളുണ്ട്. വലിയ കോടീശ്വരന്മാർ റോഡിലൂടെ പോകുമ്പോൾ ഫാൻസി ലൈറ്റ് അല്ലെങ്കിൽ ബസ്സിൽ എന്തെങ്കിലും വീണ് കിട്ടിയാൽ അതെടുത്ത് കൊണ്ടുപോവുക, വീക്ക്നെസ് ആവുക. സഫിൽ നിന്നൊരു സാധനം കിട്ടിയാൽ അതെടുത്ത് കീശയിലിടുക, വീക്ക്നെസ് ആവുക. അങ്ങനെ എന്തെങ്കിലും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. നമ്മളെല്ലാവരും ഈ കുത്തുക നമ്മളോടാണ്. നമ്മളെല്ലാവരും ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന്റെ പ്രിയപ്പെട്ടത്. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും, രാത്രി ഖിയാമുൽ ലൈൽ വരെ നമസ്കരിച്ചവരാണവർ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, രാത്രി ഖിയാമുൽ ലൈൽ വരെ നമസ്കരിച്ചവരാണവർ, ഒരുപാട് നന്മകളിൽ മുൻപിൽ സഞ്ചരിച്ചവരാണവർ. പക്ഷെ അള്ളാഹു അവന്റെ ഈ കർമ്മങ്ങളെ ധൂളിയാക്കി പറത്തിയിട്ടുണ്ടാകുന്ന ഖിയാമത്ത് നാളിൽ. കാരണം ഇദാ ഹലവ ബിമഹാരിമില്ലാ ഇൻ കഹഖൂഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഹലവ ബിമഹാരിമില്ലാ ഇൻ കഹഖൂഹാ. അയാളും ഏതെങ്കിലും ഒരു ഹറാം ഒറ്റക്ക് വന്നാൽ അയാൾ ആ ഹറാം ചെയ്യുന്നവനാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂൽ എന്താ പറഞ്ഞത്? രാത്രി നമസ്കാരമുള്ള മനുഷ്യൻ, എല്ലാ നന്മകളിലും എല്ലാവരെക്കാളും മുന്നിലോടിയ മനുഷ്യൻ. പക്ഷെ ഖിയാമത്ത് നാളിൽ നന്മകളില്ലാതെ അതെല്ലാം ധൂളികളായി കാറ്റിൽ പുറത്തി അള്ളാഹു കാത്തു നിൽക്കുമവനെ. കാരണം അവൻ ആളുകൾക്ക് മുന്നിൽ പ്രസിദ്ധനായിരിക്കും, ആളുകൾക്ക് മുന്നിൽ തഖ്വയുള്ളവനായിരിക്കും, നാട്ടുകാർ മുത്തഖി എന്ന് വിളിച്ച, മുജാഹിദ് എന്ന് വിളിച്ച, തൗഹീദുള്ളവനെന്ന് വിളിച്ചവനായിരിക്കും, നല്ലവനെന്ന് വിളിച്ചിട്ടുണ്ടാകും, കേറികെട്ടിയിട്ടുണ്ടാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, താൻ ഒറ്റക്കായാൽ അവൻ അല്ലാഹുവിനെ ഓർമ്മയില്ല. ജനങ്ങളുടെ മധ്യത്തിൽ അവൻ അല്ലാഹുവിന്റെ പാർട്ടിയാണ്, അല്ലാഹുവിന്റെ ആളായിരിക്കും. പക്ഷെ രക്ഷപ്പെടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹറാമിന്റെ കാര്യം അത്രയും ഭയങ്കരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയോ ചില ആളുകൾ വിചാരിക്കും ഹറാമുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സാമ്പത്തിക പ്രശ്നം, അത്യാവശ്യം പലിശ, കുറെ ആളുകളുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ പലിശയായിരിക്കും, ചിലപ്പോൾ ചെറിയ വീക്ക്നെസ്, വ്യഭിചാരം എന്ന് പറയാൻ വലിയ സെക്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള ചെറിയ ചെറിയ കണക്ഷനുകൾ ഉണ്ടാവും. അതിനോടൊരു താല്പര്യം, അല്ലെങ്കിൽ പലിശയുമായിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ കൊലപാതകവുമായിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മോഷണവുമായിട്ട്, സാമ്പത്തിക ക്രമക്കേടുകളായിട്ട്, ഇങ്ങനെ ഒരുപാട് ഹറാമുകളായിട്ട് ചെറിയ ചെറിയ താല്പര്യങ്ങൾ ഉണ്ടാവും. എന്ന് പറയുന്നത് ഹറാമുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഞാൻ ദുനിയാവിൽ ഓക്കെയാണ്. പല ആളുകളും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ ഓക്കെയാണ്, എനിക്ക് കച്ചവടമുണ്ട്, എനിക്ക് സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ട്, എനിക്ക് വരുമാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എനിക്ക് പദവിയും സ്ഥാനങ്ങളുമുണ്ട്, മാനങ്ങളുണ്ട്, എല്ലാം ഒക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചില്ലറ അങ്ങനെ അവിടെയൊക്കെ കൊടുക്കുന്നത് കൊണ്ടൊക്കെ എന്റെ ഈ സാധനങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും, എന്റെ ഈ പാപങ്ങളൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഈ ഐഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലാഹു അവന് തടയില്ല. ദുനിയാവിലെ കാര്യങ്ങളിലാണ് അവന്റെ ശ്രദ്ധയെങ്കിൽ അല്ലാഹു അവനെ തടയുകയില്ല. നാം ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു നൽകും. പക്ഷേ പിന്നീട് നരകത്തിൽ ഇട്ടവനെ എരിക്കുന്നതാണ് ഞാൻ, നിന്യതാക്കി കളയും അവനെ. ദുനിയാവിലെല്ലാം ഒക്കെ ഇരിക്കും, പദവി ഉണ്ടാകും, സ്ഥാനമുണ്ടാകും, എല്ലാവരും സൂക്ഷിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉള്ളതാണ് ഈ ഖുതുബ. നമ്മളെല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ ഏതോ ഒരു തിന്മങ്ങനെ കിടക്കുന്നുണ്ട്, ആരും അറിയാതെ പൊട്ടിക്കുന്ന പടച്ചോ. ഈ സൗകര്യങ്ങളൊക്കെ തരുന്ന നമ്മൾ വിചാരിക്കേണ്ട അള്ളാന്റെ സ്നേഹം കൊണ്ട്. അള്ളാഹ് എത്ര ആളുകൾ കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹു അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ലേ? അള്ളാഹ്ക്കെതിരെ പ്രസംഗിക്കുന്നവന് ശ്വസിക്കാനുള്ള വായു കൊടുക്കുന്നില്ലേ? അവന് ഓടാനുള്ള, യാത്ര ചെയ്യാനുള്ള വാഹനം കൊടുത്തിട്ടില്ലേ? 4 നേരം വിട്ടുപിഴിഞ്ഞാലുള്ള ഭക്ഷണത്തെ കൊടുത്തിട്ടില്ലേ? ഏറ്റവും നല്ല മണൽപ്പരപ്പ് വിരിച്ചുള്ള
സംവിധാനിച്ചു കൊടുത്തിട്ടില്ലേ? അവൻ ഉതകുന്ന രൂപത്തിലുള്ള കാലാവസ്ഥയെ അള്ളാഹ്ക്കെതിരെ സംസാരിക്കുന്നവനെന്ന് കൊടുത്തിട്ടില്ലേ? അള്ളാഹ് കൊടുക്കും. പക്ഷേ എന്താണ്ടാവുക? അവനെ നരകത്തിലിട്ട് കത്തിച്ചു കളയും പടച്ച പറമ്പുരാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നൊരു ഖുർആൻ പറയാണ്. അതായത് ഇവിടുത്തെ സുഖങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പരലോകത്ത് കിട്ടുന്ന സുഖത്തിന്റെ തെളിവായി കൂട്ടരുതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നൊരു ഖുർആൻ പറയാണ്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. എന്നാൽ പരലോകത്തിന് വേണ്ടി ആരാണോ അമലുകൾ കാഴ്ചവെക്കുന്നത് അത് അല്ലാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ്. ഖുൽ നുമിദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ലൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദുനിയാവ് ഉദ്ദേശിച്ചവൻ അല്ലാഹു യഥേഷ്ടം കൊടുക്കും, പരലോകം ഉദ്ദേശിച്ചവനും അല്ലാഹു യഥേഷ്ടം കൊടുക്കും. അല്ലാഹുവിന്റെ ആ കാര്യത്തിൽ മുറിയില്ല. എന്നിട്ട് എല്ലാവർക്കും കിട്ടുമത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ദുനിയാവ് ഉദ്ദേശിച്ചവന് ദുനിയാവ് മാത്രമായിരിക്കും കേട്ടോ കിട്ടുക, പരലോകം കൂടി ഉദ്ദേശിച്ചവന് ദുനിയാവും കിട്ടും പരലോകവും കിട്ടും. സുബ്ഹാനല്ലാഹ്. അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ആക്കട്ടെ. അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. ദുനിയാവ് നമുക്ക് കിട്ടണം പ്രിയപ്പെട്ടവരെ. കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ, ഇൻവെസ്റ്റ് ചെയ്തവരെ, ബാപ്പ തുടങ്ങി വെച്ച മുതലിന് കാവലിരുന്നതിന് വളർത്തി വലുതാക്കുന്നവരെ, നിങ്ങൾ ഖൈറിന്റെ മാർഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവ് അല്ലാഹു നിലനിർത്തി തരും. പരലോകത്തേക്ക് നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് കടന്നു പോകാനാകും. ഒരാളെയും പേടിക്കേണ്ടി വരില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. എന്തൊരു സന്തോഷമാണ് ആ കുട്ടിക്ക്. ഇവിടെയുള്ള സ്വത്തും മുതലിലും അതിന് വെറുതെ ഒന്നിരുന്നാൽ, കാവലിരുന്നാൽ മതി, അത് വളർന്നു വലുതാകും. ഒരു തോന്നിയാസവും നിങ്ങൾ അതിൽ കൊണ്ടുവരരുത്. ഒരപക്വതയും അതിലേക്ക് കടന്നു വരരുത്. ഒരു ഹറാമും അതിന്റെ ഒരു നാമ്പ് പോലും അതിലേക്ക് ലയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എങ്കിൽ നിങ്ങൾക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ഉൻദുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ് വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വ അക്ബറു തഫ്ളീലാ. അല്ലാഹു ചിലർക്ക് ചിലരേക്കാൾ നൽകും. എന്നാൽ അറിയുക, പരലോകത്തെ സ്ഥാനമായിരിക്കും ഏറ്റവും അതിലേറ്റവും വലുത്. ചിലർക്ക് ചിലരേക്കാൾ നൽകും, ചിലർക്ക് നൽകില്ല. പക്ഷെ പരലോകത്തിൽ നമുക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പാപങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ സ്വത്തും മുതലും കച്ചവടമൊക്കെ ഉണ്ടാവും. ഭയങ്കര കച്ചവടമായിരിക്കും. ആളുകൾ തോന്നിയാസം പുറം രാജ്യത്ത് പോയി ചെയ്തു വരും. ഇവിടെ അക്കൗണ്ടിൽ നോക്കുമ്പോൾ പൈസ റെഡിയായിരിക്കും. പണിക്കാർ കച്ചവടം ചെയ്ത് പൈസ ആക്കി വെച്ചിട്ടുണ്ടാവും. അയാൾ അതിൽ നിന്ന് കണ്ണ് തെറ്റിച്ച് വേറെ തോന്നിയാസത്തിൽ പോകും. തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത തോന്നിയാസത്തിലുള്ള പൈസ ക്യാഷിൽ എത്തിയിട്ടുണ്ടാവും. എത്ര ആളുകൾ അങ്ങനെ ജീവിക്കുന്നവർ. എടുത്തു മാറിക്കും അവന്റെ ദുനിയാവിൽ അവൻ നിന്നത് കാണേണ്ടി വരും. പരലോകത്ത് അവൻ ഒന്നുമില്ലാത്തവനായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കുക. ഇതാണ് നമ്മുടെ തഖ്വ, ഇതാണ് നമ്മുടെ സൂക്ഷ്മത. ആളുകൾക്ക് മുമ്പിലല്ല, ബാനറിന് മുമ്പിലല്ല, സ്ഥാനവുമല്ല, പദവിയല്ല, പത്രാസല്ല. ആത്മീയമായ വിശുദ്ധി കൊണ്ടുവരുന്നവര് കോടികളാണ് കൊടുക്കാൻ. അല്ലാഹു ഒട്ടും കൊടുക്കില്ല. അതിന്റെ പേരിൽ ഒട്ടും കുറയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഹറാമുകളെ നമ്മളെല്ലാവരും സൂക്ഷിക്കണം. ഹറാം ഒരാൾ ചെയ്തു പോയി. എത്ര ആളുകൾ റസൂലിന്റെ അടുക്കൽ വന്നില്ലേ? മായിസ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ചെയ്തു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല താഴ്ന്നു. സഹാബാക്കൾ ആകെ മുഖം പൊട്ടി. മായിസ് ആകരുതേ അത് എന്നവർ പ്രാർത്ഥിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മായിസ് വരാൻ കാരണം ഈ സഹാബാക്കൾ മുഴുവൻ പ്രവാചകന്റെ മുന്നിലിരിക്കവേ ഞാൻ കയറി ചെല്ലുന്നത് എനിക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടണം എന്നതായിരുന്നു ചിന്ത. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മളോട് എല്ലാവരോടും, ആരെങ്കിലും ഒരു പാപം ചെയ്താൽ ഉടനെ നിങ്ങൾ വുദൂ ചെയ്ത് നമസ്കരിക്കുക. അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് വിശുദ്ധി പ്രാപിക്കുക. അതോടുകൂടി സ്റ്റോപ്പ്. തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. അത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപാപങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ വിട്ടു നിൽക്കണം. പിശാചെടുക്കുന്ന പണിയാണ് എന്ന് തിരിച്ചറിയണം. ഇനി ഹറാമിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അടുത്തെന്താണെന്നറിയോ? ചെറുപാപങ്ങൾ എന്തോരും പിശാചിങ്ങനെ ചെയ്യിപ്പിക്കും. ഞാൻ ഈ എണ്ണിയ വിധത്തിൽ ചെറുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ കുറച്ച് വീക്ക്നസ് അല്ലാഹു വിശുദ്ധമായതേ തിന്നാവൂ എന്ന് പറഞ്ഞാൽ വിശുദ്ധമല്ലാത്തത് തിന്നുക. അതേപോലെ തന്നെ പരിഹാസങ്ങള്, പരദൂഷണങ്ങള്, ഇങ്ങനെ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ അയാൾ ചുറ്റും ഉണ്ടാവും. അതാണ് നാലാമതായിട്ട് പിശാചെടുക്കുന്ന പണി. അതിലാണ് പലപ്പോഴും തൗഹീദുള്ള ആളുകളൊക്കെ വീണു പോകുന്നത്. അതിലാണ് സ്നേഹത്തോടെ പറയാം.
ചെയ്യരുത്. നമ്മൾ കച്ചവടത്തിൽ രണ്ട് വിലട്, രണ്ട് കച്ചവടം, ഇരുമുഖ നയുണ്ടാക്കുക, നിഫാക്കോടുകൂടി ജീവിക്കുക, അല്ലേ? ഭാര്യയെ ചതിക്കുക, മക്കളെ ചതിക്കുക, കളവ് പറയുക, ജീവിതത്തിൽ മുഴുവനും കളവൊരു പ്രയാസമില്ലാതെ സംസാരിക്കുക, കളവ് നടത്തുക. ചെറിയ ചെറിയ കുറെ വീക്ക്നെസ്സുകൾ ഉണ്ടാവും ചില ആളുകൾക്ക്. വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമികമല്ലാത്ത വസ്ത്രം ധരിക്കുക, അതേപോലെ തന്നെ എന്താ പറയാ, അവിഹിതമായിട്ട് മീൻസ് അവനവന്റേതല്ലാത്ത അർഹതപ്പെട്ടതല്ലാത്തത് ഭുജിക്കുക, കൈകാര്യം ചെയ്ത് കയ്യിലാക്കില്ല, പൊതുമുതലുകൾ കയ്യിലാക്കില്ല, ഒക്കെ ശ്രദ്ധിച്ചോളി എല്ലാവരും. ചെറിയ ചെറിയ പാപങ്ങൾ, ഇത് ചെറുപാപങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വൻ പാപങ്ങളായിട്ട് മാറുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിൽ ഉപമ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ തമ്പടിച്ചു, എല്ലാവരും തണുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരാൾ പറഞ്ഞു, എല്ലാവരും വിറക് ഉള്ളി എടുത്തു വരും, അത് കത്തിച്ചാൽ നിങ്ങൾക്ക് തണുപ്പകറ്റാൻ സാധിക്കും. എല്ലാവരും ഓരോ വിറക കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തർ കത്തിക്കാൻ തുടങ്ങി. ഒന്നിച്ചെല്ലാവരും കത്തിയപ്പം അത് വലിയ തീജ്വാലയായി മാറിയാ എന്നതുപോലെയാണ് ഒരു ചെറിയ ആദ്യം നമ്മൾ ചെയ്യുക, പിറ്റേന്ന് ചെറിയൊരു ഈത്തിന്മേക്കും ചെയ്യും. ഇതെല്ലാം കൂടി അടിച്ചു വാരി കൂട്ടിയ പ്രിയപ്പെട്ടവരെ മാരകമായ പാപങ്ങളിലേക്കാണ് അത് ചേർക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആറാമത്തെ, ഇനി അതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടു വിചാരിച്ചു, ഭാഗ്യവാനാണ്. ആറാമത് അടുത്ത കെണി എന്താണെന്നറിയോ? വലിയ നന്മ ചെയ്യാൻ ഒരുങ്ങുമ്പം അത് തടഞ്ഞിട്ട് ചെറിയ നന്മയിലേക്ക് അങ്ങോട്ട് ഇഷ്ടാക്കി. ഉമ്മ വിളിച്ചിട്ടുണ്ടാവും, മോനെ നല്ല ചുമയുണ്ട്, കുറെ ദിവസം ഞാൻ എന്നോട് പറയണമെന്ന് വിചാരിച്ചു, ഇപ്പൊ വയ്യടാ, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോയാലും ഇൻഷാ അല്ലാഹ് ഞാനിത് വരുന്നേന്ന് പറയുമ്പോഴേക്കും എന്തുണ്ടാവുക, അടുത്ത ചങ്ങായി ഞങ്ങളിങ്ങനെ മന്തി കഴിക്കാൻ പോകണമെന്ന് പറയും. അപ്പൊ ഒറ്റയടിക്ക് തിരിഞ്ഞ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പറയും നമുക്ക് ഇന്ന് ഒരാളെ കാണാൻ പോകാൻ, നിന്റെ കൂടെ വരും. അപ്പൊ ഉമ്മാൻ അവിടെ നിർത്തും, ഓന്റെ കൂടെ പോകും. ചില ആളുകൾ മകളുടെ നിക്കാഹായിരിക്കും, നിക്കാഹ് കല്യാണം സെറ്റപ്പ്, ആളുകളൊക്കെ വരുന്നിട്ട് വമ്പിച്ച കല്യാണമാണ്, വീഡിയോയിലൊക്കെ അയാൾ ഫുൾ ടൈം വേണം, വരുന്ന ഗസ്റ്റുകളൊക്കെ വീഡിയോയിൽ വരണം. ഇതൊക്കെ ഇങ്ങനെ നിയത്താക്കി വെക്കുമ്പോഴേക്കും ബഹർവാങ് കൊടുക്കുക. നിക്കാഹ് ബഹർവാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ്. ആ ഭാഗം കേട്ടു. പക്ഷെ ഇവിടെ നിക്കാഹ് നടക്കാൻ പോവുക. നിക്കാഹൊക്കെ നടന്നു, സൽക്കാരമൊക്കെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അസർ കേൾക്കുന്നു. അപ്പം വിചാരിക്കുകയാണ്, ഇപ്പൊ ഇവിടുന്ന് പോയാലും കുറെ ആൾക്കാരെ കാണാൻ കഴിയില്ല, അസറും പോക്ക്. മനസ്സിലായില്ലേ? വലിയ കാര്യത്തിന് പുറപ്പെട്ടിട്ട് ചെറിയ കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക. മാതാപിതാക്കളെ നാട്ടിൽ പോയിട്ട് കാണണമെന്നൊക്കെ വിചാരിക്കും. ഈ ലീവിന്, ഈ ദസറക്ക് അല്ലെങ്കിൽ ഈ വിഷുവിന് നാട്ടിൽ പോയിട്ട് ഉമ്മാന്റെ അടുത്ത് പോകണം, ബാപ്പാന്റെ അടുത്ത് പോകണം എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും റൂംമറ്റുകളും അല്ലെങ്കിൽ സഹതൊഴിലാളികളും സഹപാഠികളും അല്ലെങ്കിൽ ഈ ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ആളുകളും നമുക്കത് ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പാക്കിയാലോ, അപ്പൊ എന്റെ ലോട്ട് പൊട്ടു അല്ലേ? അപ്പൊ ഉമ്മാൻ അവിടെ കടത്തിയിട്ട് നേരെ പോകും ഹൈദരാബാദിലേക്ക്. വലിയ നന്മ നിയ്യത്ത് വെച്ച മുസൽമാനെ, നിന്നെ അതിൽ നിന്ന് തടഞ്ഞ് ചെറിയ തിന്മയിലേക്ക് നിന്നെ പായിക്കുന്നുണ്ടെങ്കിൽ അത് പിശാചാണെന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ട സമൂഹമേ നമുക്ക് സാധിക്കാം. ഞാനും നിങ്ങളും ആ കാര്യത്തിൽ എന്ത് വേണം? അതിനൊരു ആരോഹണ ക്രമം ഉണ്ടാക്കണം, ഹുക്മുണ്ടാക്കണം. ഏതാണ് പ്രാധാന്യം, ഒക്കെ അതിൽ വരണം. ഏതിനാണ് പ്രാധാന്യം, ഏതിനാണ് എനിക്ക് കൂലി കൂടുക എന്നത് ചിന്തിക്കാൻ നമുക്കതിന് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പൈശാചികമായ ദുർബോധനവും ആക്രമണവും നമുക്ക് വരുമെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ് അവരെ സൂക്ഷിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ നമ്മൾ ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കുക. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പിശാചിന്റെ എല്ലാ ആക്രമണങ്ങളെയും ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഈ 6 തരത്തിൽ പിശാച് ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ രക്ഷപ്പെട്ടു കൊടുക്കുന്നു. ചില ആളുകൾ രക്ഷപ്പെടും. ഈ പറഞ്ഞ 6 രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അടുത്ത പണി എന്താണ്? അവന്റെ കൂട്ടാളികളെ ഈ മനുഷ്യനെ പിഴപ്പിക്കാനായിട്ട് എപ്പോഴും കൂടെ അങ്ങോട്ട് പറഞ്ഞേക്കും. ചങ്ങായിന്റെ കോലത്തിലായിരിക്കും, ഡ്രൈവറുടെ രൂപത്തിലായിരിക്കും, മുതലാളിന്റെ രൂപത്തിലായിരിക്കും, പിയാപ്പിളുടെ രൂപത്തിലായിരിക്കും, അമ്മോശന്റെ രൂപത്തിലായിരിക്കും. അവന്റെ കൂട്ടാളികൾ
അവനെ എന്നും ഇതിലിങ്ങനെ പ്രേരിപ്പിക്കും. എന്തിനാ ഞാനിങ്ങനെ മുത്തക്കിയായിട്ട് നടന്നിട്ട് സൂക്കേട് എനിക്ക് തന്നെ, കച്ചവടം എനിക്കില്ല, തുറക്കുന്ന കടയൊക്കെ പൂട്ടുകയാണ്, പിന്നെ നാട്ടിൽ വിലയില്ല, ഭാര്യന്റെ അടുത്ത് വിലയില്ല, എന്നാ പിന്നെ ഒരു സിഗരറ്റ് അങ്ങ് വലിച്ചേക്കാം, എന്നാ പിന്നെ ഒരു സിനിമക്ക് പോയിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കാനായിട്ടൊരു സമൂഹത്തെ പിശാച് പറഞ്ഞേക്കുന്ന നഊദുബില്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ 7 സാധനങ്ങൾ, 7 പടുകുഴികൾ ഇത് താണ്ടിക്കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ചന്തയിലെ പോക്കിരിയായിരുന്നു ഉമർ. വഖാലയും തുൽമജാസിലും മജന്നായിലും ഉമർ എന്ന് കേട്ടാൽ വിറക്കുമായിരുന്നു. ആ ഉമറിനെ താഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്കാ എന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖിറാഅത്ത് കേട്ട് ഇസ്ലാമിലേക്ക് വശീകരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ കാരണത്താൽ ഉമറിന് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അബൂബക്കറിനെയും അലിയെയും കൊല്ലാൻ പുറപ്പെട്ട ഉമറിനെ രണ്ടാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുമാറ് ദറജയിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഉമർ ബിൻ ഖത്താബ് നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ നിന്ന് പിശാച് ഓടിയകലുമെന്ന് റസൂലുള്ളാഹ് തന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് തിന്മയിൽ നിന്നും കൈച്ചലായി കഴിഞ്ഞാൽ, രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളാണ് മുത്തഖീന്റെ, നമ്മളായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ കൂട്ടത്തിൽ 1000-ൽ ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞ ആ ഒന്ന് നമ്മളാകണം, ഞാനാകണം എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള അറിവും കഴിവും ഈമാനും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രയാസമുള്ള, പ്രതിസന്ധിയുള്ള, കൺഫ്യൂഷനുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി ഏറ്റവും നേരായ ഋജുവായ മാർഗത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള സന്മാർഗം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. രോഗികളായി കഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളുടെ പ്രിയപ്പെട്ടവരെ, അവർക്കെല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്കും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصرنا الإخوان المسلمين في كل مكان. اللهم انصرنا الإخوان المسلمين في كل مكان. اللهم اغفر لهم وارحمهم. اللهم باعد بيننا وبين خطايانا. اللهم اغفر لنا ذنوبنا يا رب العالمين. توفنا مسلما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وقيامنا وسجودنا وطوافنا وسعينا وتلاوة القرآن يا رب العالمين. اللهم ارحم يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم صل على محمد وعلى آل محمد.